ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ തകർക്കാൻ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സ്റ്റക്സ്നൈറ്റ് എന്ന സൈബർ ആക്രമണമായിരുന്നു ഇതിന്റെ തുടക്കം. ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈബർ ആയുധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ വൈറസ് ഇറാന്റെ നഡാൻസ് ആണവ നിലയത്തിലെ സെൻട്രിഫ്യൂജുകളെ തകർത്തു. ഇതേ കാലയളവിൽ തന്നെ ഇറാന്റെ പ്രതിരോധത്തിന്റെ നട്ടെല്ലായ 4 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ ടെഹ്റാനിലെ തെരുവുകളിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ആണെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിച്ചു. ശത്രുതയുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് 2018 ഇറാന്റെ അതീവ രഹസ്യമായ ആണവ രേഖകൾ ഇസ്രായേൽ ഏജൻസികൾ ടെഹ്റാനിൽ നിന്നും മോഷ്ടിച്ചു കടത്തി. ഇതോടെ ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തുന്നത് 2020 ഇറാന്റെ കരുത്തനായ സൈനിക തലവൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതും തൊട്ടു പിന്നാലെ ഇറാന്റെ ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന മോസിൻ ഫക്രിസാദയെ ഒരു ആധുനിക സാറ്റലൈറ്റ് നിയന്ത്രിത തോക്കുപയോഗിച്ച് ഇസ്രായേൽ വധിച്ചതും ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു.